അരികിൽ പതിയെ ഇടനെഞ്ചിൽ ആരോ മൂളും രാഗം. പോരട്ടെ, അത് മുഴുവനും വേണം കേട്ടോ. ഇറക്കി വെച്ച് നിർത്തി പോകാൻ പറ്റില്ലേ? കുറച്ച് വെള്ളം കുടിച്ചാൽ അരികിൽ പതിയേട നെഞ്ചിൽ ആരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയുന്നീ എന്നിൽ ഈണം. മഴയേ ഇളവയിലേ എൻ കനവിൽ അവളറിയാതെ തളിരണിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി മെല്ലെ ഞാൻ മെല്ലെ മെല്ലെ പുതുമഴേ മെയ്പുണരും പൂവിൻ മൗനം, ഇതൾ വിരിയും ഈരാവിൻ നിറമോഹം. മനമറിയാതെ തിരയുകയോ നീ എന്റെയുള്ളം, നിന്നിൽ ഞാൻ മൗനമായി അലിയും അനുരാഗം. നിന്മേയ് തൊട്ടു പൂമേടത്തോറും കാറ്റായി നീളേ നിന്നോടൊന്നു ചേരാൻ തുടിക്കും മോഹം. മഴയേ മഴയേ തൂമഴയേ അരികിൽ പതിയേട നെഞ്ചിൽ ആരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ഈണം. ഇൻസ്റ്റയിൽ മുറിച്ചു വരുന്ന സമയത്ത് ഇതേത് പാട്ടാന്ന് നമ്മളിങ്ങനെ, കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഓരോ സ്റ്റെപ്പും ഓരോ പാട്ടായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന സംഗതിയാണ്. ഒക്കെ ആണെങ്കിൽ ഇപ്പൊ സ്പോട്ടിഫൈയിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഈ പാട്ടാണ്. അതെ, ഒരു ന്യൂജൻ പാട്ടാണ്. അത് ഭയങ്കര രസമുള്ള പരിപാടിയല്ലേ. ഈ നിഷ്കളങ്കത ഭയങ്കര രസമാണ്. പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ ദേഷ്യം വരുന്ന രീതിയിൽ ഒരു ഇന്നസെൻസ് ആയി അത് ഇതെന്ത് പൊട്ടിയാടി എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടോ? ചോദിക്കൂല, ചോദിക്കൂല. അതും ചിലപ്പോൾ വിഷമായിട്ട് ഒരു വീണ്ടും കണ്ടാ പറഞ്ഞാ മനസ്സിലായ പൊട്ടനാ അങ്ങനെ ചോദിക്കോ? ഇങ്ങനെ തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ? ആ ഞാൻ പൊട്ടിയാ അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ ചൂടാവുന്ന സമയത്ത് വേണ്ടാന്ന് പറയാൻ വന്നിട്ട് പെട്ടെന്ന് അങ്ങനെ കുറച്ച് കഴിയുമ്പോ തന്നെ എനിക്കറിയാം നമ്മള് രണ്ടുപേരിലും ഈ ദേഷ്യം വരുന്ന കാര്യത്തില് രണ്ടുപേർക്കും ദേഷ്യം വരും. പക്ഷെ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഡൗൺ ആവാൻ കുറച്ചേ സമയമെടുക്കും. എന്റെ ദേഷ്യം എന്ന് വെച്ചാൽ വേറെ ടൈപ്പ് ദേഷ്യ. പക്ഷെ അല്ല അങ്ങനെ, പക്ഷെ പെട്ടെന്ന് കൂളാവുന്നത് ഇക്കയായിരിക്കും. ഇക്കയുടെ ദേഷ്യം അല്ല, ഇക്കയുടെ ദേഷ്യം എന്ന് വെച്ചാൽ ഇക്ക ദേഷ്യം പിടിക്കും. പക്ഷെ എന്നിരുന്നാലും പെട്ടെന്ന് കൂളാവും. അപ്പോ അതില് ഞാനുണ്ടാവും, ഇതാ നമ്മളങ്ങ് കാമാവും. പക്ഷെ ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ, എപ്പോഴെങ്കിലും ഈ മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നത്, ഇന്നസെൻസ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും, ഭയങ്കര രസമായിട്ട് ക്യൂട്ടാണ്. പക്ഷെ അതൊരു മണ്ടത്തരമായിട്ട് മാറുമ്പോൾ ഇവളുടെ ഒരു പൊട്ടത്തരം എന്നൊക്കെ പറയുന്ന ദേഷ്യത്തിന് വരുമോ? അങ്ങനൊന്നും വരില്ല. ചിലപ്പോ ഞാൻ പറയാറുണ്ട്, അവിടെ ചില സ്റ്റോറി ഒക്കെ കാണുമ്പോ എനിക്ക് മനസ്സിലാവാറില്ല എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ ഇടും. അപ്പൊ ഞാൻ ചോദിക്കും എന്താണ് ഇന്നത്തെ ടോപ്പിക്, എന്താണ് അവസ്ഥ എന്താണ്. പിന്നെ കുറെ എന്റെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട്, ദുബായിൽ നിന്നൊക്കെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ വിളിക്കുന്നു എന്തൊക്കെയോ സ്റ്റോറി ഇട്ടിട്ടുണ്ടല്ലോ, ഒന്നും മനസ്സിലാവണമെന്ന് പറയും. അതൊക്കെ തന്നെ അറിയാം അവിടെ എന്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ അറിഞ്ഞപ്പോ ഞാൻ എന്താ ഇട്ടേക്കുന്നുള്ളത് എല്ലാരും അറിയും. പിന്നെ സ്റ്റോറി എനിക്ക് എന്റെ ഒരു ആത്മാവിഷ്കാരം, എല്ലാരും സ്റ്റാറ്റസ് ഇടുമ്പോഴും എല്ലാരും സ്റ്റോറി ഇടുമ്പോഴും എനിക്കൊരു ആഗ്രഹം, അപ്പൊ ഞാൻ സ്റ്റോറി ഇടുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് പറയും എന്നും മലയാളം എഴുതി തരണം. അതെ, ആനുകാലിക പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഇവിടെ ഇടപെടും. എന്നിട്ട് എന്റെ അടുത്ത് എനിക്ക് മലയാളത്തിൽ എഴുതി തരണം, എനിക്കൊന്ന് ഇടണം. വേണ്ട, നീ ഇടണ്ട, ഇട്ട് അല്ല, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ അതെന്താന്ന് അറിഞ്ഞൂടാ. ഇപ്പം ഇങ്ങനെ
എന്തെങ്കിലും ഒന്ന് തിരിച്ച് പറയണം എന്നൊക്കെ തിരിച്ച് പക്ഷെ പറയാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ഇത് വരുമ്പോ ഇക്കയുടെ പറയും, അപ്പൊ ഇക്ക പറയും അതിന്റെ ഒന്നും ആവശ്യമില്ല, വേണ്ടെന്നുള്ള രീതി. അതിന്റെ എക്സ്പ്രഷനെ നിങ്ങള് മലയാളം പഠിക്കാൻ നമുക്ക് ഇവരുടെ എഴുതുന്ന വാക്യങ്ങളൊക്കെ ഭയങ്കര കോമഡി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എഴുതല്ലെന്ന് പറയും. കൊള്ളാലോ, നിങ്ങളാണ് പൊളിയാണല്ലോ. ഇത് എന്തൊക്കെ കാണുമ്പോഴാ പ്രതികരിക്കണമെന്ന് തോന്നണേ? പ്രതികരിക്കുന്നതെന്ന് വെച്ചാൽ സത്യമില്ലാത്ത എന്തെങ്കിലും കാര്യം, അങ്ങനെ എന്തെങ്കിലും കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ നോർമലി പ്രശ്നം. അത് പൊതുവിഷയമാണോ അതെ നജീബിന്റെ ആവശ്യമില്ലാതെ എന്റെ ഒരു ഞാൻ വീട്ടിലുണ്ടാവുന്ന ഒരു പ്രശ്നം അങ്ങനെ ഇടാറില്ല. അത് എനിക്ക് മാത്രമേ അങ്ങനത്തെ പ്രശ്നം അല്ലെ. എന്തെങ്കിലും ഇക്കെടുത്തുണ്ടെങ്കിലും ഒരു 10,000 മെസ്സേജ് ഡെലിറ്റ് കളയും. ഇക്ക ചിലപ്പോ ഉറങ്ങുമായിരിക്കും. അപ്പൊ എനിക്ക് എന്റെ മനസ്സിലുള്ള എല്ലാം എനിക്ക് പറഞ്ഞു തീർത്താ മതി. ഞാൻ പറഞ്ഞു സൈക്കോളജിക്കൽ പ്രോസസ് ആണ് അതൊരു. എനിക്ക് എവിടെങ്കിലും ആ ദേഷ്യമൊക്കെ മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ സാധനം പറഞ്ഞില്ല, അതേ കൂട്ടിപ്പോ എനിക്ക് വേറെ ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ പോകില്ല. ഇക്കേന്റെ അടുത്ത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറയണ്ടെങ്കിൽ എല്ലാം മെസ്സേജ് ചെയ്യും. ഡോറൊക്കെ അടച്ചിട്ട് മറ്റേ പ്രോസസ് കഴിഞ്ഞിട്ട് മെസ്സേജ് ചെയ്യും, എല്ലാം മെസ്സേജ് ചെയ്യും. എന്നിട്ട് ഫുള്ള് ഡിലീറ്റ് ചെയ്യുമ്പോൾ പിന്നെ അവസാനം ഞാൻ സ്പെയർ കീ എടുക്കും, ഡോർ തുറക്കാൻ ഡോറ് തുറന്ന കീ ഉണ്ട് അവിടെ മുറിയിൽ പോയി ഇരിക്കും, ഒറ്റയ്ക്കിരിക്കും. പക്ഷെ ഇത് കുറ്റിയിടാറില്ല കേട്ടോ. കുറ്റിയിട്ട് നമുക്ക് തുറക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. തുറന്ന് വരണം, അതിനാണ് മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്യണത്. അപ്പൊ സ്പീഡിന് ടൈപ്പ് ചെയ്യായിരിക്കുമല്ലോ ഇങ്ങനെ ടൈപ്പ് ചെയ്യും. അതേ ആലോചിച്ച് ടൈപ്പ് ചെയ്യോ? ആലോചിച്ചിട്ടല്ല, വിഷമം. അതിനകത്ത് ചീത്തയൊക്കെ ഉണ്ടാവൂല്ലേ? ഇല്ല, എഴുതുമ്പോ അത് നോർമലി അങ്ങനെ ആയി മാറും. വെറുതെ എഴുതിയാൽ മതി, ഒന്ന് ചീത്തയാവുന്നു. സത്യമാണോ? ചീത്തൊന്നും എഴുതൂല. ചീത്ത എഴുതാൻ പാടില്ല, അത് വിളിക്കേ ഉള്ളൂ അല്ലേ? ചീത്ത വിളിക്കത്തോ വിഷമം പറയുമ്പോ ഇപ്പൊ പറയുന്നത് എന്തായിരിക്കും, ഫുള്ള് നെഗറ്റീവ് ചിന്തിക്കലേക്ക് അങ്ങനെ പറയും. ഫുള്ള് നെഗറ്റീവ് അങ്ങനെ ഒരു നെഗറ്റീവ് രീതി കൂടെ എടുക്കും. നമുക്ക് ഇതല്ല, നമുക്ക് അങ്ങനെ കൂടെ ചിന്തിച്ചാലോ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചു പെട്ടെന്ന് എനിക്ക് ഞാൻ പിറ്റേ ദിവസം ചോദിക്കും, ഇന്നലെ ഇരുന്ന് കരഞ്ഞ വല്ല കാര്യമുണ്ടോ? ഇന്നിപ്പോ ശരിയായില്ലേ? അതെ അതെ അതെ. ഇന്നലെ ആ കരഞ്ഞ അത്രയും സമയം പോയി ലൈഫിൽ നിന്ന്. എന്തിനാണ് നമുക്ക് അതിൽ നിന്ന്? അപ്പോ ഇനി പാട്ട് ബ്രേക്ക്. വിദ്യാസാഗർ സാറിന്റെ സംസാരിക്കാൻ ഓമന പൂവേ, അതിന്റെ ഓമന കോമള താമര പൂവേ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് സംസാരിക്കുന്നു. പിടിച്ചു സംസാരിക്കുക. ഞാൻ ഇടയ്ക്ക് പറയും, ഞാനൊരു മനുഷ്യജീവിയാണ്. എനിക്കും അതിന്റെ മാനസികപരമായിട്ടുള്ള ശാരീരികപരമായിട്ടുള്ള വിഷമങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ മനസ്സിലായി. കുറച്ച് എനിക്ക് ഓർമ്മ വരുന്നു തുടങ്ങി. പക്ഷെ ഇതാണ് എനിക്ക് ഭയങ്കര കോമഡി. മറ്റേ ബേക്കറി പദാർത്ഥമാക്കിയ പിന്നെ നമ്മള് ബേക്കറി പോയിട്ട് കുറച്ച് അത് പക്ഷെ പെട്ടെന്ന് സാധനം എന്ന് പറഞ്ഞ വാക്ക്, ബേക്കറി പോയിട്ട് കുറച്ച് സാധനമാണ് നമ്മൾ അവിടെ പോകുമ്പോ ബേക്കറി പോയിട്ട് കുറച്ച്, അത് ഉമ്മ എല്ലാരും ഉള്ളപ്പോ തന്നെ നമ്മളൊരു വീട്ടില് ഗസ്റ്റിന്റെ വീട്ടിലെന്താ പോവാ, അപ്പൊ ബേക്കറി കയറണമായിരുന്നു. പക്ഷെ പെട്ടെന്ന് വന്നില്ല ചേട്ടാ സാധനം എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് തന്നെ. അപ്പം ബേക്കറി കയറ്റി കുറച്ച് പദാർത്ഥമായിരിക്കും. അറിയാണ്ട് മമ്മൂക്ക മായാവിയിലാണോ ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുള്ളത്? ഇതേപോലുള്ള വാക്കുകൾ പറയും. ജയിൽ പുള്ളി ആയിരുന്നിട്ട് ഇതേപോലുള്ള കുറെ വാക്കുകൾ പറയും മലയാളത്തിൽ. പക്ഷെ സാധനം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അന്നെന്തോ പെട്ടെന്ന് സാധനം എന്ന് വന്നില്ല. പദാർത്ഥമാവട്ടെ പര്യായ പദമൊക്കെ അറിയാം കേട്ടോ. പര്യായ പദങ്ങളാണ് അതെ കൂടുതൽ ചിന്തിക്കാറുണ്ട് ഞാൻ. മലയാളത്തിൽ നാനാർത്ഥങ്ങളും പര്യായ പദങ്ങളും ഇവിടെ നിന്ന് പഠിക്കാം. ഇത് ഇവിടെ നിന്ന് പഠിച്ചാണെന്നൊരു പിടുത്തമില്ല. പാട്ട് ഓമനക്കോമളത്താമരപ്പൂവേരാവുമാഞ്ഞില്ലേ, ഇനിയും നേരമായില്ലേ വിരിയാൻ താമസമെന്തേ, ദാഹിച്ചു മോഹിച്ചു തേനുണ്ണുവാ ഞാൻ ഓടി വന്നില്ലേ, മിഴികൾ നീ തുറന്നാട്ടെ മധുരത്തേൻ പകർന്നാട്ടെ, പാദസരത്താളം കേൾക്കെ കാതിനിന്നോണമായി, വാർമുടിയിലേതോ പൂവായി പാതയിൽ വീണുപോയി,
പറയാനെന്തോ വീടും ചുണ്ടിൽ തങ്ങി മിണ്ടാൻ വയ്യ ഓമനപ്പൂവേ ആ ഓമനക്കുമളത്താമരപ്പൂവേ രാവുമാനില്ലേ ഇനിയും നേരമായില്ലേ വിരിയാൻ താമസമെന്തേ. ഓ, ഇതിലും അഭിരാമിയായിരുന്നു. അതെ ഇവിടെ ഉണ്ടായിരുന്നു. അഭിരാമിയായിട്ട് 4-5 ഡുവറ്റ് പാടി. അത് അടിപൊളി പാട്ടായിരുന്നു. അതെ അതെ. വിദ്യാസാഗർ സാറിന്റെ പാട്ടുകളൊക്കെ നമ്മൾ ഒന്നിനൊന്ന് ഹിറ്റായിരുന്നു. ശരിക്കും ഈ ഐഡിയ സ്റ്റാർ സിംഗർ മുതൽ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്. അത് സമപ്രായക്കാരുണ്ടാവും, ചെറുപ്പക്കാരുണ്ടാവും, മുതിർന്നവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരുപാട് വർഷം ഫോളോ ചെയ്തിട്ടുള്ള ശരിക്കുള്ള നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇടയ്ക്ക് കൊഴിഞ്ഞു പോകാത്തവർ. അവരൊക്കെ ചിലപ്പോൾ നമ്മൾ നിരന്തരമായി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും, ചിലപ്പോൾ കോൺടാക്ട്സ് അങ്ങനെ തന്നെ തുടരാൻ ശ്രമിക്കും. അങ്ങനെയുള്ള കുറേ പേര് ഉണ്ടാവില്ലേ ഓർത്തെടുക്കാൻ പറ്റുന്നത്? ഇപ്പൊ ചിത്ര ചേച്ചിക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ഫാൻസ്, ഇങ്ങനെ പലതരത്തിലുള്ള ഫാൻസ്, എക്സ്ട്രീം ലെവലിൽ അവരുടെ ഇമോഷൻസ് വരെ കാണിക്കുന്ന ഫാൻസ് ഉണ്ട്. അവരെ കുറിച്ച് പറയും. ശരിക്കും ഞാൻ ചെറുതിലെ ഏഷ്യാനെറ്റിലെ വോയിസ് ഓഫ് ദ വീക്ക് എന്ന് പറയും, കുഞ്ഞിലെ തന്നെ ഒരു ചാനലിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കുമായിരുന്നു. അപ്പം അന്ന് എനിക്ക് ചെന്നൈയിൽ നിന്നൊരു ചേച്ചി ഉണ്ട്, ശ്രീരഞ്ജിനി എന്ന് പറഞ്ഞിട്ട്. ആ ചേച്ചി ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അപ്പം എനിക്കത് ആദ്യമായിട്ട് വിളിക്കുകയും ഒരു പ്രോത്സാഹനമൊക്കെ തന്ന അപ്പം നമ്മൾ എപ്പോഴും ഓർക്കും. വീട്ടിലായാലും ഉമ്മയ്ക്കായാലും എല്ലാവർക്കും അറിയാം. അതുപോലെ സ്റ്റാർ സിംഗറൊക്കെ തുടങ്ങിയിട്ട് ഒരു പരിചയം, അതായത് പാട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ഭയങ്കര സുഹൃത്തായിട്ടുള്ളൊരു ചേട്ടനുണ്ട്, രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു രഞ്ജിത്ത് ചേട്ടൻ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോ സമയത്തിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇതാണ് കയറി പറ്റിയിട്ടുണ്ട്. അങ്ങനെ അത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അവരൊക്കെ പാട്ടിനെ ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ നമ്മളെ കൂടെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. പാട്ട് മാത്രമല്ല. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പാട്ടിൽ അല്ലെങ്കിൽ സെയിം ഇഷ്ടപ്പെട്ട് വരുന്നവരുണ്ട് കുറെ പേര്, അല്ലെങ്കിൽ അത് മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ അത് എനിക്ക് അത്ര അത് ഇഷ്ടമാണ്. എന്നാലും എന്റെ മനസ്സിൽ ഞാൻ കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുക്കണം എന്നെ കൂടെ പാട്ടുണ്ട് എന്നാ പോലും നമ്മളെ കൂടെ മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടുപ്പം കൂടുതൽ തോന്നാറുണ്ട്. അങ്ങനെയുള്ളവരോടൊക്കെ പിന്നീട് എല്ലാവരും ഉണ്ട്. ഇടക്കിടക്ക് അങ്ങനെ കോണ്ടാക്ട്സ് ഉണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന രീതിയിലൊക്കെ അത് വളർന്നിട്ടുണ്ട്. എല്ലാം ഓൾമോസ്റ്റ്. നജീബ്, അടുത്ത പാട്ടിന് മുമ്പ് ഇയാൾക്കൊരു ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുക്കാം. നജീബിന്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചാൽ എന്ത് ചോദിക്കും? ഭയങ്കര ബുദ്ധിയാണ്. എന്നെ ട്രോളാൻ വേണ്ടിട്ടാണോ വന്നത്? ബുദ്ധിയേ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ല, എനിക്കൊരു പാട്ട് പാടിയാ മതി. ഇപ്പൊ ആർക്കായിരുന്നു ബുദ്ധി? അതെ, ഇത്രയും നേരം പാട്ട് പാടിച്ച് വെള്ളം കുടിപ്പിച്ചിട്ട് വീണ്ടും പാട്ട് തന്നെ ചോദിച്ചല്ലേ? നീയും കൂടി. എനിക്ക് ആ പാട്ട് പാടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊയ്സൊന്നാലും നീ എൻ കദലി, അത് കേൾക്കാൻ വേണ്ടിട്ടല്ലേ? കള്ളം പറഞ്ഞാലും അതാണ് സബ്ജക്ട്, ഇവിടുത്തെ സബ്ജക്ട് അതാണ്. பொய் சொல்லக்கூடாது காதலி, பொய் சொன்னாலும் நீ என் காதலி. பொய் சொல்லக்கூடாது காதலி, பொய் சொன்னாலும் நீ என் காதலி. கண்களால் கண்களில் தாயமாடினாய், கைகளால் கைகளில் ரேகை மாற்றினாய். பொய் ஒன்றை ஒப்பித்தாய், ஐயோ தப்பித்தாய். கண் மூடித்தேடத்தாய், கனவெங்கும் தித்தித்தாய். பொய் சொல்ல கூடாது காதலி, பொய் சொன்னாலும் நீ என் காதலി. ഈ ഒരു ഘട്ടത്തിന് ശേഷം റൊമാൻറ്റിക് വോയിസുകൾ ശരിക്കും ഈ കാലഘട്ടത്തിന്റെ വോയിസ് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു നജീബിന്റെ ശബ്ദം അതിനൊരു ബെഞ്ച് മാർക്കായിരുന്നു. ഇപ്പോൾ ഹരിശങ്കറൊക്കെ പാടുന്ന പാട്ടുകൾ പോലെ ഹരിചരനുണ്ട്, ഒരുപാട് പേരുണ്ട് ഇപ്പോൾ പാടാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഹസ്കിനെസ് ഒക്കെ കൊണ്ടുവരാൻ. നമുക്കില്ലെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്ന് കാർത്തിക്കിനെയൊക്കെ വിളിച്ച് പാടിക്കും പോലെ നജീബ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ പലരെയും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അത്തരം ഒരു വോയിസ് കൊണ്ടുവന്ന നജീബായിരുന്നു. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കും നജീബിന്റെ സക്സസ്. അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തമിഴ് പാട്ടിനോടും ഒരു ഇഷ്ടമുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും. ഈ പറഞ്ഞ പോലെ കാർത്തിക് ആണെങ്കിലും ഇപ്പൊ ഹരിഹരൻ സാറ്, അപ്പൊ അവരുടെയൊക്കെ പാട്ടുകളും
ഈ പറഞ്ഞ പോലെ എല്ലാം ഭയങ്കര ഓപ്പൺ സിംഗിങ് അല്ല. ചില പാട്ടുകൾ എല്ലാം ഹസ്കി കൊടുത്ത് ആവശ്യമുള്ള പാട്ടുകളാണ്. കാരണം ചില എല്ലാം അങ്ങ് ഓപ്പൺ ആക്കിയാൽ അതിൻ്റെ ഒരു ഫീല് പോകും. അപ്പൊ ഞാൻ അതിൽ കൂടുതൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. പല പണ്ടോട്ടെ ഇപ്പൊ കോമ്പറ്റീഷന് പങ്കെടുക്കുമ്പോഴും ലൈറ്റ് മ്യൂസിക് ഒക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. അത് സമ്മാനങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഫീലില് കുറച്ച് ഇങ്ങനെ നമ്മളത് ഇങ്ങനെ പാട്ടിലൂടെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളാണ്.